ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ചീസ് ദോശയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴച്ചെടുത്താൽ മതിയാവും. നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് വഴച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടും. അപ്പോഴേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വേഗം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. 7 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂട് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ചൂട് മാറിയതിന് ശേഷം മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മുട്ടയൊന്ന് അടിച്ചെടുക്കാം. ഇത് ദോശയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അടിച്ചെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശക്കല്ല് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ദോശമാവ് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡ് നന്നായിട്ടൊന്ന് വെന്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ അടിച്ച് വെച്ച് മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം സൈഡ് തിരിച്ചിടാം. തിരിച്ചിട്ട സൈഡിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചട്നി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നല്ല എഗ് ചീസ് ദോശ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ചെറുതായിട്ടൊന്ന് മുറിച്ചുകൂടി മാറ്റുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വല്ലപ്പോഴും നമുക്ക് സാധാരണ ദോശയിൽ നിന്ന് മാറി ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണാം.